വ്യക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ശ്രീ ജേക്കബ് ജോർജ്, ചോദ്യം 1, ഇവിടെ ADGP നൽകിയിട്ടുള്ള കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത് ശ്രീധരൻ നായർക്ക് മുഖ്യമന്ത്രിക്ക് മേൽ ഒരു പരാതി ഇല്ല എന്നാണ്. 2, CCTV ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ 2 കാര്യങ്ങൾ മാത്രം എടുത്താൽ അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തു എന്നാണ്. പരാതിക്കാരൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മേൽ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് ചോദ്യം ചെയ്തു എന്ന സംശയം 1. 2, ഹാർഡ് ഡിസ്ക് കോടതിയിൽ ഹാജരാക്കുകയും അതിലുള്ള CCTV ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം കൂടുതൽ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കാമെന്നും കോടതിയിൽ പറയുന്നു. ഇതനുസരിച്ച് ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം നുണയാണോ? അതല്ല അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് പറഞ്ഞതാണ് ശരിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്നല്ലേ പരോക്ഷമായി ഇത് സൂചിപ്പിക്കുന്നത്? ഇതിലൊരു വ്യക്തമായ ഉത്തരമാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ADGP ശ്രീധരൻ നായരെ ചോദ്യം ചെയ്തു. ADGP ഹേമചന്ദ്രൻ വ്യക്തമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീധരൻ നായർ ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. അത് ആദ്യഘട്ടത്തിലാണ്. വീണ്ടും ADGP ഹേമചന്ദ്രൻ ചോദ്യം ആവർത്തിച്ചു, പങ്കുണ്ടെന്ന് താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ CCTV കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അക്കാര്യത്തിൽ ജനങ്ങൾക്കും നമുക്കൊക്കെ സംശയമുണ്ട്. ആദ്യം മുഖ്യമന്ത്രി നിയമസഭയിലും പിന്നീട് പത്രക്കാരുടെ പത്രസമ്മേളനത്തിലും പറഞ്ഞത് CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നാണ്. ഇന്ന് പക്ഷേ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞത് അത് ദൃശ്യങ്ങളുണ്ട്, അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതിനകത്ത് എന്താണ് സംശയിക്കേണ്ട കാര്യം? എന്താണ് മറച്ചുവെച്ചത്? ആര് എന്ത് മറച്ചുവെച്ചു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. ശ്രീ ജേക്കബ് മടങ്ങി വരാം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കലാണ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് T. സിദ്ദിഖ് ഈ ചർച്ചയിൽ ചെയ്തുകൊണ്ടിരുന്നത്. താങ്കൾ എങ്ങനെ കരുതുന്നു ഇന്നത്തെ കോടതി ഇടപാടുകളിൽ മൊത്തം നടന്ന സംഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ കൂടുതൽ കരിനിഴൽ വീഴുന്ന, കൂടുതൽ പ്രതിരോധത്തിലാകുന്ന അതിൻ്റെ പ്രതിഫലനമാണ് പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഇന്ന് പ്രതികരണമായി തന്നെ ഉയർന്നു വന്നതും. അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുക തന്നെയല്ലേ? ഒരിടയ്ക്ക് അല്പം രക്ഷപ്പെട്ട മുഖ്യമന്ത്രി കൂടുതൽ ഈ പ്രശ്നത്തിലേക്ക് വന്നു വീഴുന്നു. മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്ന് മാത്രമല്ല, സംശയത്തിന്റെ കാർമേഘങ്ങൾക്കിടയിൽ, കരിനിഴലിനിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയും നാൾ മുഖ്യമന്ത്രിയോട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യസ്ഥലമാസെടുക്കേണ്ട ആവശ്യമില്ല, മൊഴിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരുന്ന പ്രത്യേക അന്വേഷണ ദൌത്യത്തിന്റെ തലവനായിട്ടുള്ള ADGP ശ്രീ ഹേമചന്ദ്രൻ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ട് ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണം കൂടുതൽ ദൃഢീകരിക്കുന്നു, കൂടുതൽ സാധൂകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്ക് മാറിയിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പൂർണ്ണമായി ായിരിക്കുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് സമർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, കാരണം സാങ്കേതിക തകരാറുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനോട് അല്പം കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായും കോടതി ശ്രീധരൻ നായരുടേതുള്ളത്. ഒന്ന്, റൈറ്റ്. ശ്രീ NK പ്രേമചന്ദ്രൻ, നിർഭാഗ്യവശാൽ വീണ്ടും സാങ്കേതിക തടസ്സങ്ങളുണ്ട്. താങ്കളെ ടെലിഫോണിലെങ്കിലും തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ സിദ്ദിഖ് കേൾക്കാമല്ലോ അല്ലേ? ഹേമചന്ദ്രൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ശരിയാണെങ്കിൽ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ ശ്രീധരൻ നായർക്ക് പരാതിയില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഇന്ന് പ്രതികരിച്ചതുപോലെ ചോദ്യം ചെയ്യൽ ഒരു സ്വാഭാവിക നിയമ നടപടിയുടെ ഭാഗമാവുക? ശ്രീ സിദ്ദിഖ് കേൾക്കാമോ താങ്കൾക്ക്? ശ്രീ T. സിദ്ദിഖ്, താങ്കൾ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ NK പ്രേമേന്ദ്രൻ, താങ്കൾ ആ കാര്യം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിലാണ് സാങ്കേതിക തടസ്സം വന്നത്. താങ്കളെ വീണ്ടും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഇവിടെ T. സിദ്ദിഖ് പറഞ്ഞത് 164 അനുസരിച്ച് നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അഭിഭാഷകൻ പറയും മുൻപ് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല എന്നാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം 3 ഡോക്യുമെന്റ്സ് ആണ് ശ്രീധരൻ നായർ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്.
ഒന്ന് 156(3) അനുസരിച്ചുള്ള സ്വകാര്യ അന്യായം, മറ്റൊന്ന് 164 അനുസരിച്ച് CRPC 164 അനുസരിച്ചുള്ള രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തേത് ഈ കേസിൽ ഇന്ന് വിചാരണ ചെയ്യപ്പെട്ട ഹൈക്കോടതിയിലെ കേസിൽ പൊതുതാൽപര്യ ഹർജിയിൽ ശ്രീധരൻ നായർ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം. ഇതിൽ സ്വകാര്യ അന്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. അവിടെയാണ് ചുഴുപ്പിട്ട് മുകളിൽ എഴുതി ചേർത്തു എന്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും. 164 സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂടി വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാം ഗഡു ക്യാഷ് ക്ലിയർ ചെയ്യാൻ ഞാൻ അനുവാദം കൊടുത്തത്. ഇതേ പ്രശ്നം ഹൈക്കോടതി മുമ്പാകെ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്ന ബെഞ്ചിന്റെ മുമ്പാകെ വന്നപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ജഡ്ജി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം DGP ഹേമചന്ദ്രൻ ADGP അന്വേഷണ സംഘത്തിന്റെ തലവൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞു ഇദ്ദേഹം മാറ്റി പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ശ്രീധരൻ നായർ ഒരു ഘട്ടത്തിൽ പോലും മൊഴിയിൽ പറഞ്ഞില്ല എന്ന റിപ്പോർട്ട് ഹൈക്കോടതി മുമ്പാകെ കൊടുക്കുമ്പോഴാണ് ശ്രീധരൻ നായർ സ്വമേധയാ വന്ന് സത്യവാങ്മൂലം കൊടുക്കുന്നു. മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം കൊടുക്കുന്നു. അപ്പൊ മൂന്ന് രേഖകൾ ഇപ്പോൾ കോടതി 164 സ്റ്റേറ്റ്മെന്റും 156(3) അനുസരിച്ചുള്ള കംപ്ലൈന്റും ഹൈക്കോടതിയിലെ പൊതുതാൽപര്യ ഹർജിയിൽ സത്യവാങ്മൂലവും സമർപ്പിച്ചിരിക്കുന്നു. എവിടെയാണ് ഇതിൽ സംശയം? മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ടാകാൻ ഏത് സാഹചര്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇന്ന് കോടതിയിൽ നടന്ന വിചാരണയ്ക്കിടയിൽ നടന്ന വക്കീലന്മാർ തമ്മിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദം തന്നെ വളരെ പ്രസക്തമാണ്. എന്താണ് മല്ലേലി ശ്രീധരൻ നായരുടെ അഭിഭാഷകൻ അവസാനം പറഞ്ഞവസാനിപ്പിച്ചത്? ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ നിരന്തരമായി എന്നോട് ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന നിരീക്ഷണത്തിൽ നിർഭാഗ്യകരമായിട്ടുള്ള നിരീക്ഷണമാണ്. ആ നിരീക്ഷണത്തിൽ നിരാശാജനകമായിട്ടുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട ശ്രീധരൻ നായരുടെ അഭിഭാഷകൻ പറയുന്നു. അപ്പൊ ഇവിടെ അവ്യക്തതയൊന്നുമില്ല. ശ്രീധരൻ നായരുടെ പരാതിയിലും ശ്രീധരൻ നായരുടെ 164 സ്റ്റേറ്റ്മെന്റിലും ശ്രീധരൻ നായർ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കവും പരിശോധിച്ചാൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ട് എന്ന് അസന്നിഗ്ധമായി വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് പോലും ആവർത്തിച്ച് ഈ സംശയം ഉന്നയിക്കുമ്പോഴാണ് അഭിഭാഷകൻ നിരാശാജനകമെന്ന വാക്ക് കോടതി മുമ്പാകെ ഉപയോഗിക്കുവാൻ നിർബന്ധിതമായത്. ശ്രീ ടി സിദ്ദിഖ്, ഇവിടെ ഹേമചന്ദ്രൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് പോലെ സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മേൽ പരാതിയില്ല എന്ന് ശ്രീധരൻ നായർ പറഞ്ഞു എന്നത് വസ്തുതയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യൽ സ്വാഭാവിക നിയമ നടപടിയുടെ ഭാഗമാവുക? അല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആളുമായിട്ടാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് CCTVയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം ആദ്യം തന്നെ ചില പ്രധാനപ്പെട്ട ചാനലുകൾ പറഞ്ഞു, പിന്നെ അവർ വിഡ്രോ ചെയ്തു. അത് നിങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. വീണ്ടും ശ്രീ ഗോപി അത് വെരിഫൈ ചെയ്യണം എന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൺഫ്യൂഷൻ മാറ്റണം. കാരണം ഹാർഡ് ഡിസ്ക് കോടതിയിൽ ഹാജരാക്കുകയും CCTV ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അറിയിക്കാമെന്നുമാണ് AG പറഞ്ഞത്. അതിൽ തിരുത്തുണ്ടോ? താങ്കൾ പറയൂ. കറക്റ്റ് അല്ല, ഒരൊറ്റ കാര്യമുള്ളൂ. ഇത് കോടതിയിൽ കൊടുത്തു, കോടതി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടു. ഇതാണ് ഇതിൽ ജൂലൈ 9-ാം തീയതി മുഖ്യമന്ത്രിയെ കണ്ടതായിട്ടുള്ള ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന പരാമർശം AG നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അങ്ങനെ പരാമർശം നടത്തിയിട്ടില്ല. ശ്രീ ടി സിദ്ദിഖ് വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടറും ഞങ്ങൾ നേരത്തെ കൊടുത്ത വാർത്തകളിൽ ഒന്നും അങ്ങനെ ആ വ്യക്തത തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം ഗോപി എന്താ ചോദിച്ചോ പറഞ്ഞേ. ഒറ്റ ചോദ്യമേ ഉള്ളൂ ശ്രീ സിദ്ദിഖ്. ഹേമചന്ദ്രൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് പോലെ, കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഈ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ശ്രീധരൻ നായർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പ്രതികരിച്ചിരിക്കുന്നത് സ്വാഭാവിക നിയമ നടപടിയുടെ ഭാഗമായി ചോദ്യം ചെയ്തു എന്നാണ്. അതെങ്ങനെ സംഭവിക്കും? അല്ല, അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീധരൻ നായർ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ കൊടുത്ത പരാതിയിൽ 2-ാം പേജിൽ 7-ാം വരിയിൽ അവസാന ഭാഗത്ത് ഏരോ മാർക്കിട്ട് മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കുന്ന പദം നീലമഷി കൊണ്ട് എഴുതി ചേർത്തു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെങ്കിൽ പ്രധാനമായി വരേണ്ടതായിരിക്കുന്ന പാരഗ്രാഫാണ്. അത് മാറ്റി.
രണ്ടാമത്തെ കാര്യം, പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം 161 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അദ്ദേഹം 164 പറഞ്ഞു, 163 പറഞ്ഞു. പക്ഷെ പോലീസിന് കൊടുത്തതായിരിക്കുന്ന 161 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വക്കീലിന്റെ ഗുമസ്തൻ എഴുതി കൊടുത്തതായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? അതും 161. ആ 161 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് മുഖ്യമന്ത്രി എന്നുള്ള പദം എഴുതി ചേർത്തത് ഞാനാ. പക്ഷെ എന്നോട് പറഞ്ഞത് എന്റെ കക്ഷിയല്ല. ബാക്കി എല്ലാ കാര്യവും പറഞ്ഞത് കക്ഷിയാണ്. ഇത് പറഞ്ഞത് എന്റെ വക്കീലാണ്, കക്ഷിയല്ല എന്നോട് പറഞ്ഞത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. ശ്രീധരൻ നായരുടെ മകൻ പത്രങ്ങൾക്ക് കൊടുത്തായിരിക്കുന്ന ഒരു പ്രസ് റിലീസ് ഉണ്ട്. സിദ്ദിഖ്, വളരെ ലളിതമായ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല, ഉമ്മൻചാണ്ടിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു? മറുപടി പറയൂ താങ്കൾ. പറയാം. 164 സ്റ്റേറ്റ്മെന്റിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ പണം കൊടുത്തത് എന്ന് വളരെ മോശമായ രീതിയിൽ ഒരു ഗൂഢാലോചനയിലൂടെ പാറമട ശ്രീധരൻ നായർ പറഞ്ഞപ്പോൾ അതിൽ ഒരു സംശയത്തിന് അതീതമായ രീതിയിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ട്രാൻസ്പാരന്റ് ആയി നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിന് ആരെയും ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു നീക്കം അവർക്ക് അനുവദിച്ചു എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് മൊഴിയെടുത്തത്. ആ മൊഴിയോടുകൂടി ഒരു കാര്യം ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. എന്താണ്? അന്വേഷണ സംഘം സുതാര്യമായ രീതിയിൽ നടക്കുന്നു. ദയവായി തുടരുക. പി സി ജോർജ്, സർക്കാർ ചീഫ് വിപ്പ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി സി ജോർജ്, ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാകുന്നു, അന്വേഷണം വളരെ സുതാര്യമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ഇതാണ് ടി സിദ്ദിഖിന്റെ വാദം. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? സിദ്ദിഖ് പറഞ്ഞത് ശരിയാ, പക്ഷെ വേറെ കാര്യ താമസിച്ചുപോയി. ആദ്യമേ ഇത് സിദ്ദിഖ് പറഞ്ഞാണ് കറക്റ്റ്. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും ഗവൺമെന്റിന്റെയും പ്രതിച്ഛായ എത്ര വളരുമായിരുന്നു. അതിന് പകരം അതിന് പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഈ അന്വേഷണ സംഘത്തെ നിയമസഭയിൽ പ്രഖ്യാപിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഓഫീസ് ഉൾപ്പെടെ ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാര അവകാശത്തോടുകൂടിയാണ് ഈ പോലീസ് ടീമിനെ ഏൽപ്പിക്കുന്നത്. അവർ നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നടത്തി സത്യം കണ്ടെത്തും. ആ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയ സാഹചര്യത്തിൽ ഇത്രയും നേരിൽ വെച്ചോണ്ടിരുന്ന മുഖ്യമന്ത്രി ചോദ്യം എങ്ങനെ പ്രതിയായിട്ടാണ് സാക്ഷിയായിട്ടാണ്? പ്രതിയായിട്ട് സാക്ഷിയായിട്ട് ചോദിക്കാൻ പാടില്ലേ? മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ പ്രതിയായിട്ടാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുണ്ട്? അപ്പോ റൂൾ 166 സെക്ഷൻ പ്രകാരം നമ്മളെ അദ്ദേഹത്തിന്റെ മൊഴി ഉണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. ശ്രീ പി സി ജോർജ്, ഒരു അല്പം വൈകിപ്പോയി എങ്കിലും സിദ്ദിഖ് പറഞ്ഞത് ശരിയാണ് അല്ലേ? അതിന്റെ അർത്ഥം താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി യാതൊരു തരത്തിലും ഇടപെട്ടിട്ടില്ല, അദ്ദേഹം സംശുദ്ധനാണ്, അത് ഇപ്പോൾ കുറച്ചുകൂടി തെളിയിക്കപ്പെട്ടു, അങ്ങനെയാണോ? ഞാൻ അങ്ങനെ പറയാറായില്ല. ഞാൻ അങ്ങനെ പറയുന്നത് മോശമല്ലേ? അത് കാലം തെളിയിക്കേണ്ട പ്രശ്നമാണ്. അതായത് പി സി ജോർജിന് ഇപ്പോഴും സംശയമുണ്ട്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിന് ഇതുമായി ബന്ധമുണ്ടോ, അദ്ദേഹത്തിനെതിരെ ഉള്ള പരാതി നിലനിൽക്കുന്നതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അല്ലെ? എന്താ സംശയം? അത് എല്ലാ കേരളത്തിൽ ജനങ്ങൾക്കുള്ള സംശയം. അതുകൊണ്ടല്ലേ ഞാൻ മുഖ്യമന്ത്രി മഹാഭാവിയൊന്നും വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ആളുകളുടെ പേര് ഇതിനകത്തൊക്കെ വന്നിരിക്കുന്നു. വേറെ വലിയ ഗതികള് ആ ഫയാസിന്റെ സാമ്പത്തിക ഇടപാടിന് പേര് വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഓഫീസിനെ കേന്ദ്രീകരിച്ചതിന് പേര് ദോഷം സ്വാഭാവികമല്ലേ? അപ്പൊ മുഖ്യമന്ത്രി ഇന്നിപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം ഈ ഒരാഴ്ചക്ക് മുമ്പല്ല, ഇത് സ്റ്റാർട്ടിങ്ങിലെ ഇതങ്ങ് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് വർദ്ധിക്കുകയും യശസ് വർദ്ധിക്കുകയും